കെയിൻ പാർസൺസ് ഡയറക്റ്റ് ചെയ്ത ബാക്ക്റൂംസ് മൂവിയുടെ ഒറിജിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ പടത്തിൻ്റെ ഒപ്പീനിയൻ വീഡിയോയിൽ ശകലം ബുദ്ധിമുട്ടിയാണ് പടം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സെയിം ടൈം ഞാൻ എക്സൈറ്റഡും ആണ് പടത്തിന് വേണ്ടിയിട്ട്. അതിന് കാരണം നമ്മുടെ ഡയറക്ടറാണ് കെയിൻ പാർസൺസ് എന്ന് പറയുന്നത്. പുള്ളിയാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് വളർന്നു വന്നൊരു ഡയറക്ടറാണ്. ഡയറക്ടർ പ്ലസ് VFX ആർട്ടിസ്റ്റ് പറഞ്ഞ പോലെ. ബാക്ക്റൂംസ് മൂവിയുടെ ഐഡിയ ഒറിജിനായത് കുറച്ച് ക്രീപ്പി പാസ്ത ഇമേജസിൽ നിന്നായിരുന്നു. ക്രീപ്പി പാസ്ത ഇമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബിൽ ഇൻ്റർനെറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർഡായിട്ടുള്ള റിയൽ അല്ലാത്ത ഹൊറർ ഇമേജസ് ഒക്കെ ഇല്ലേ, ക്രീപ്പി ഇമേജസ് ഒക്കെ ഇല്ലേ, അതിനെയാണ് ക്രീപ്പി പാസ്ത ഇമേജസ് എന്ന് പറയുന്നത്. നമ്മുടെ മോമോസ് ഒക്കെ ഇല്ലായിരുന്നു ഒരിടയ്ക്ക് വൈറലായിട്ടുള്ള അങ്ങനെയുള്ള ഇമേജസിൻ്റെ കൂട്ടത്തിൽ ലിമിനൽ സ്പേസസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇമേജസ് വന്നിട്ടുണ്ടായിരുന്നു. അബാൻഡൻ്റ് ആയിട്ടുള്ള ഓഫീസസ്, ഈ ബേസ്മെൻറ്റുകൾ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ക്രൗഡഡ് ആയിട്ട് കാണുന്ന പല ഓഫീസസ്, അങ്ങനെയുള്ള ബിൽഡിങ് സ്പേസുകളിൽ ഈ കോറിഡോറൊക്കെ ഇല്ലേ, അവിടെ ഒന്നുമില്ല, ഫർണിച്ചേഴ്സോ അങ്ങനെയൊന്നുമില്ലാതെ ഭയങ്കര എംറ്റി ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് ക്രീപ്പി ഇമേജസ് ആയിരുന്നു. ഇത്തരം ഇമേജസ് നമ്മുടെ ഏർലി 2000s ഭയങ്കര വൈറലായിരുന്നു. അതിൽ വന്നൊരു സ്പെസിഫിക് കമൻറ്റിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ കെയിൻ പാർസൺസ് തൻ്റെ യൂട്യൂബിൽ കുറേ വെബ് സീരീസ് പോലെ ഫൗണ്ട് ഫുട്ടേജസ് സ്റ്റൈലിൽ ഇത്തരം മോക്യുമെൻ്ററീസ് ചെയ്തു. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ 16-ാം വയസ്സിലാണ്. പുള്ളി ചെയ്ത ഈ ഫൗണ്ട് ഫുട്ടേജ് ടൈപ്പ് വീഡിയോസ് നമ്മൾ ഉറപ്പായിട്ടും ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഇൻ്റർനെറ്റിലൊക്കെ ക്രീപ്പി വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അതിലിത് കാണും. ഇപ്പോൾ 21-ാം വയസ്സിൽ പുള്ളി A24 പ്രൊഡക്ഷനിൽ പുള്ളി അത് സിനിമയാക്കിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ബാക്ക്റൂംസ് എന്ന് പറയുന്ന തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ. അത്രയും ചെറിയൊരു ഐഡിയയിൽ നിന്ന് ഇത്രയും ജൈജാൻറ്റിക് ആയിട്ടൊരു പടം ചെയ്യാമെന്നുള്ളത് കെയിൻ പാർസൺസ് കാണിച്ചു തന്നു. അതാണ് ഇതിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ.